അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ ഇന്ന് എടുക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ജേർണിയാണ്. ഓക്കെ, അപ്പൊ നമ്മളെല്ലാ ടോപ്പിക്കുകളും നിങ്ങളെ കൊണ്ട് പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത് പോവാ. കുറച്ച് നിങ്ങൾ കുറേയൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യും, കുറെ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇനി ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. നിങ്ങൾ എത്ര ടൈമാണോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അത്രയ്ക്ക് നിങ്ങൾ എക്സ്പെർട്ട് ആവും. എന്നോട് ചിലവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ ഞാൻ 1 മണിക്കൂർ ഒരു ദിവസം പഠിച്ചാൽ മതിയോ, 2 മണിക്കൂർ പഠിച്ചാൽ മതിയോ? അപ്പൊ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഞാൻ 18-20 വർഷമായി ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇപ്പോഴും ഞാൻ 10-15 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ? എന്നിട്ടും എനിക്ക് അതിന് മാത്രം പഠിക്കാൻ കിടക്കുന്നു. അപ്പൊ നിങ്ങൾ എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾ ആലോചിക്കാം. അപ്പൊ ആ ഒരു പാഷൻ വേണം, നിങ്ങൾ ശരിക്കും പഠിക്കാൻ താല്പര്യം വേണം. അതിന് മാത്രം ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അത്രയ്ക്ക് ഡിമാൻഡ് ഉണ്ട്. സ്കില്ലുള്ളവർക്ക് അത്രമാത്രം ഏൺ ചെയ്യാവുന്ന ഒരു സെക്ടറാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, ഇനി നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ, ശരിക്കും ഈ സ്കില്ല് പഠിക്കേണ്ടത് ഓൺലൈൻ തന്നെയാണ്. കാരണം ഇത് ഓൺലൈനിൽ അപ്ലൈ ചെയ്യേണ്ട ടൂളാണ്. ഇതുപോലെ നിങ്ങൾക്ക് അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ട് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ചോദിക്കണം, എനിക്ക് ഡൗട്ട് ഉണ്ട്, ചാറ്റിൽ ചോദിക്കാം. ഞാൻ നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ചാറ്റിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചോദിക്കാം, സ്ക്രീൻ ഷെയർ ചെയ്യാം. ഒക്കെ അങ്ങനെ എല്ലാം കൊണ്ട് ഓൺലൈൻ വഴി പഠിക്കേണ്ട സാധനമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ശരിക്കും ഓക്കെ, എന്ത് ഡൗട്ടും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ഞാൻ ഇന്ന് എടുക്കുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, എന്താണ് ഡിജിറ്റൽ. ചിലപ്പോൾ എന്റെ വീഡിയോ അറ്റൻഡ് ചെയ്തവർക്ക്, വെബിനാർ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ ഇതിനെ കുറിച്ച് അറിയാവുന്നതായിരിക്കാം. എന്നാലും ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഡേ എന്നുള്ളത് നമ്മൾ ആ ഒരു ബേസിക് സാധനമാണ് കവർ ചെയ്യാം, അതിന്റെ സ്കോപ്പുകളെ കുറിച്ചിട്ട്. അടുത്ത ദിവസം അടുത്ത വെബ്സൈറ്റിനെ കുറിച്ച്, അതുപോലെ HTML കുറിച്ച്, അതുപോലെ SEO, അങ്ങനെ ഓരോ ടോപ്പിക്കുകൾ നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് വരും കേട്ടോ. അതുപോലെ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ്. ഇപ്പൊ ഏതെങ്കിലും ദിവസം ക്ലാസ് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ക്ലാസ് പോസ്റ്റ്പോൺ ചെയ്ത് പോകും. ക്ലിയർ ആയോ? ഇപ്പൊ 4 മാസത്തെ ക്ലാസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഏതെങ്കിലും 2 ദിവസം നമ്മൾ എടുത്തില്ല, അപ്പൊ 4 മാസം കഴിഞ്ഞിട്ട് വീണ്ടും 2 ദിവസം കൂടി ക്ലാസ് ഉണ്ടാവും. ചിലപ്പോൾ 5 ദിവസം എടുത്ത് ചിലപ്പോൾ 5 ദിവസം കൂടി ക്ലാസ് ഉണ്ടാവും 4 മാസം കഴിഞ്ഞിട്ട്. ക്ലിയർ ആയോ? ആ ഒരു പറഞ്ഞിരിക്കുന്ന ക്ലാസ് മൺഡേ ടു ഫ്രൈഡേ 9 to 10 o'clock, 9 മണി തൊട്ട് 10 മണി വരെയുള്ള ക്ലാസ്, ആ ഒരു അവർ നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ അത് പറ്റി അതിന്റെ ഓൾട്ടർനേറ്റീവ് അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടും. ഇത് ക്ലിയർ ആണല്ലോ? വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൽ ആരെങ്കിലും ജോബ് നോക്കുന്നവരുണ്ടോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് എനിക്ക് ജോബ് നോക്കണം താല്പര്യമുള്ളവരുണ്ടോ? ആരുമില്ലേ? ആരാണ്? ആരാ? നിങ്ങൾ ഈ മേഖലയിൽ ജോബ് നോക്കുന്നതാണ്, ഈ മേഖലയിലേക്ക് വരാൻ താല്പര്യമുണ്ട് അല്ലേ? താല്പര്യമുണ്ട്. ഓക്കെ, കരിയർ ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യം. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് കമ്പനിക്കാരെ അപ്രോച്ച് ചെയ്യുന്നതാണ്. ഇന്നും കൂടി അപ്രോച്ച് ചെയ്തേക്കുന്ന 2-3 കമ്പനിക്കാർ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഇപ്പൊ ജോബ് നോക്കാൻ വേണ്ടി ഞാൻ വേണ്ടി നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ജോബിൽ കയറിയിട്ട് ബാക്കി നിങ്ങളുടെ ക്ലാസ്സിൽ കൂടെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയും പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അത് ആ ലെവൽ എത്തുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പഠിക്കുന്നതിന്റെ കൂടെ ചെയ്യാൻ പറ്റും ജോബ് പഠിക്കുന്ന. നിങ്ങൾ എന്താ ചെയ്യണേ? അല്ല, ഞാൻ MBA ക്ക് നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. ഗുഡ്. അതിൻ്റെ ഉള്ള ഉത്തരാണ്. ഇപ്പൊ വേറെ ശ്രുതി എന്ന് പറയണത് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള ഒരാളാണ്. ഞാൻ ഇപ്പൊ ഭാരതമാതാ കോളേജ് ഇവിടെയുള്ള BBA-ക്കാർക്ക് ഇവർക്കൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്നതാണ്. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ആൻസർ ആണ് ഞാൻ പറയുന്നത്. ഈ കോളേജ് ഞാനും 150 പിള്ളേർ നമ്മുടെ മെന്റർഷിപ്പിലെ പോണേ. ഈ പിള്ളേരെ എന്തുകൊണ്ടാണ് അവര് ഈ മാനേജ്മെന്റ് കുട്ടികളെ ഇത് പഠിപ്പിക്കണമെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഇയർ തന്നെ പഠിപ്പിക്കുകയാണ്. ഇവർ പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം ഫസ്റ്റ് ഇയർ ഉള്ളിൽ തന്നെ ഇവര് ഒരു
അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പിള്ളേരാക്കാനാണ് അവർ നോക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ പഠിക്കാൻ സെക്കൻഡ് ഇയർ തേർഡ് ഇയർക്ക് ഇവർക്ക് അപ്ലൈ ചെയ്ത് പാർട്ട് ടൈം ആയിട്ടായാലും ആ രീതിയിലേക്ക് ഇവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ പോലുള്ളവർക്ക് ഇത് പഠിച്ച ഭയങ്കര ബെനിഫിറ്റ് തന്നെയാണ്. നിങ്ങളുടെ ചോദ്യത്തിന് ആൻസർ കിട്ടിയോ? ഞാൻ വേറൊരു വളരെ നല്ലൊരു ആൻസർ പറയാം. വേറെ വെരി ഇംപ്രസീവ് ആയിട്ടുള്ള നിങ്ങളുടെ എന്ത് ചോദ്യവും നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ജെനുവിൻലി പറഞ്ഞ കാരണം ഞാൻ അതുമാത്രം ഇതിലൂടെ യാത്ര ചെയ്തേക്കുന്ന. ഞാൻ നിങ്ങളുടെ വേറൊരു ഉത്തരം പറഞ്ഞു. നിങ്ങൾ MBA പഠിക്കാൻ പോണ ആളല്ലേ? അതിലെ ചോദ്യം. ഞാൻ ലണ്ടനിൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷം 2 വർഷം മുന്നേ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോയി. ഓക്കെ, കാരണം ഞാൻ ആ ഫീൽഡിൽ തന്നെ ഒന്നും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനും പഠിക്കാനും പോയതാണ്. എന്റെ കൂടെ പഠിച്ച 99% കുട്ടികൾ വേറെ മേഖലയിൽ ജോലി ചെയ്യാണ്. വേറെ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൽ ജോലി ചെയ്യണു, കെയർ ഹോംസിൽ ജോലി ചെയ്യാണ്. ഞാൻ ചെയ്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്തത്. എൻ്റെ ഇവിടുത്തെ കമ്പനി ഓപ്പറേഷൻസ് ഒക്കെ ഞാൻ അവിടെ ഇരുന്നിട്ട് മാനേജ് ചെയ്ത്, പക്ഷെ അവിടുത്തെ ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ വർക്ക് ചെയ്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡായിട്ടാണ്. നിങ്ങൾ ചോദിക്കുന്ന ആൻസർ കിട്ടിയോ? എന്തുകൊണ്ട് എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാം. അപ്പൊ എന്നെ കമ്പനിക്കാർ അപ്രോച്ച് ചെയ്യുന്നു, കമ്പനിക്കാർ പറയുന്നു. അപ്പൊ നമ്മുടെ സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി, അവർക്ക് റിസൾട്ട് കിട്ടിയാൽ മതി. ഡെസിഗ്നേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡാണ്. ചിലപ്പോൾ ശനിയാഴ്ച മാത്രം പോയാൽ മതി, ചിലപ്പോൾ ഞായറാഴ്ച മാത്രം പോയി, ചിലപ്പോൾ ഡെയിലി 2 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിരിക്കും. ഞാൻ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ക്ലിയർ? അപ്പൊ അതൊക്കെയാണ് നിങ്ങൾ MBAക്ക് പഠിക്കാനാണ് പോകുന്നത്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന, നിങ്ങൾ ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല ഡിസിഷനാണ്. ഇതിൽ നല്ല ഡിസിഷനിൽ ആരാണ് നിങ്ങൾക്ക് പറഞ്ഞതെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ഡിസിഷനാണ്. വളരെ ഈ ചെറുപ്പത്തിൽ MBAക്ക് പഠിക്കുന്നതിന് മുന്നേ ഈ നല്ലൊരു കോഴ്സ് നിങ്ങൾ ചെയ്യുന്നു. നിങ്ങൾക്ക് MBAക്ക് പഠിക്കുമ്പോൾ ഇത് ഗുണം ചെയ്യും. MBA പഠിച്ച് നിങ്ങൾ ജോലിക്ക് അന്വേഷിക്കുമ്പോഴും ഗുണം ചെയ്യും. നിങ്ങൾക്ക് MBA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഗുണം ചെയ്യും പാർട്ട് ടൈം. കാരണം നിങ്ങൾ ആ ഫീൽഡുമായി ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് ഈ കോഴ്സ്. ഓക്കെ, ഗുഡ്. നിങ്ങൾ എടുത്തിരിക്കുന്ന ഏറ്റവും നല്ല ഡിസിഷനാണ് കേട്ടോ. ഇനി എന്ത് ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞോ? ഇന്റേൺഷിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നല്ല ചോദ്യം. നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന്റെ ആവശ്യം വരില്ല, കാരണം നമ്മൾ ഡേ 1 തൊട്ട് പ്രാക്ടിക്കലാണ്. ഇത് ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് എന്താ? വർക്കും പ്രാക്ടിക്കലി ചെയ്യിപ്പിച്ച് നിങ്ങളൊരു ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഗുഡ്. അതുകൊണ്ടാണ് ലാപ്ടോപ്പ് നിർബന്ധമായിട്ടും വേണം എന്ന് പറഞ്ഞത്. ലാപ്ടോപ്പ് മാൻഡേറ്ററി ആണെന്ന് നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലാപ്ടോപ്പ് മാൻഡേറ്ററി ആണ്, പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് എന്നൊക്കെ പറഞ്ഞതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കാൻ. തുടക്കം പലർക്കും പല ഡൗട്ടുകൾ ഉണ്ടാകും, കൺഫ്യൂഷൻ, അതൊക്കെ മാറാനാണ് ഞാൻ ഇങ്ങനെ അവർക്ക് ചോദിക്കുന്നത്. ക്ലിയർ? നിങ്ങൾ പേടിക്കേണ്ട. 4 മാസം ചെയ്യണം. നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും പയ്യെ ചോദിച്ച് പഠിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ എടുക്കുന്നത് ബേസിക് ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, കേട്ടക്കണതായിരിക്കും. ഒന്നും കൂടി നിങ്ങളുടെ നോളജിനെ, നിങ്ങളുടെ തോട്ടിനെ കറക്റ്റ് ചെയ്യാനാണ് ഞാൻ ഒന്നും കൂടി ഇന്ന് ഫസ്റ്റ് ബേസിക് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, അല്ലാണ്ട് ഇതൊരു പുതിയ സാധനം ഒന്നുമല്ല. ഒന്നും കൂടി നിങ്ങളുടെ കോൺസെപ്റ്റ്, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും, വെബിനാർ ഒക്കെ ക്ലാരിറ്റി വരുത്താനാണ് ഇന്നത്തെ സെഷൻ. വേറെ എന്തും ചോദിക്കാം, ആർക്കും എന്തും ചോദിക്കാം. ഞാൻ ആരോടെങ്കിലും ചോദിക്കാൻ പറയുന്നത്, നിങ്ങൾ ഒരാൾ ചോദിക്കുന്ന കാര്യം പലരുടെ മൈൻഡിലുണ്ട്, അവർ ചോദിക്കാത്തതാണ്. അതുകൊണ്ടാണ് ചോദിക്കാൻ വേണം. ഒരാൾ ചോദിച്ചാൽ തന്നെ ബാക്കി എല്ലാവർക്കും അതിന്റെ ആൻസറുകൾ കിട്ടും. ഇതിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യവും ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധമുള്ള കാര്യങ്ങളായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഹെൽപ്പ് ചെയ്യാം. എങ്ങനെ ഒരു വിദേശത്ത് പോയി ജോബ് കണ്ടെത്താം, ഇവിടെ നിന്നിട്ട് എങ്ങനെ വിദേശത്ത് ജോബ് ചെയ്യാം, ഫ്രീലാൻസ് എങ്ങനെ ചെയ്യാം, ഇത് എല്ലാ കാര്യവും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലെല്ലാ ടോപ്പിക്കും ഉണ്ട്. എങ്ങനെ ഒരു ഫ്രീലാൻസ് വർക്ക് എങ്ങനെ കണ്ടെത്തണോ, ഒരു കമ്പനി ചെന്ന് കഴിയുമ്പോൾ അവർ എങ്ങനത്തെ തരം വർക്കുകളാണ് വേണ്ടത്, ഒരു ഇന്റർവ്യൂവിന് എങ്ങനെ ഫേസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണേ, എങ്ങനെയൊക്കെയാണ് ഒരു പ്രൊജക്റ്റിന് കോട്ട് ചെയ്യേണ്ടത്, എവറിത്തിങ് കവേർഡ് ആണ്. നിങ്ങൾ ആ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എവറിത്തിങ് കവേർഡ് ആണ്. ഓക്കെ, ശരി. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്ന ടോപ്പിക് എന്താന്ന് ചോദിച്ചാൽ,
ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. നമ്മൾ ഒന്നും കൂടി പറഞ്ഞാൽ നമ്മളിവിടെ പഠിക്കുന്ന ടോപ്പിക് ഡേറ്റ ഡ്രിവൺ AI ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഇങ്ങനത്തെ ഒരു കോഴ്സ് ടോപ്പിക് ഇവിടെ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ആർക്കും ഇല്ല. ഞാൻ ജെനുവിനിലും പറയണം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഡേറ്റ ഡ്രിവൺ AI എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല. ഇനി നേരത്തെ ഒരു കുട്ടി എന്നോട് പറഞ്ഞ് MBA പഠിക്കാൻ പോകുന്നതാണ്. ഞാൻ നിങ്ങൾക്കൊരു പ്രോമിസ്, നിങ്ങൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ചോ. നിങ്ങൾ ഈ ഇപ്പൊ പഠിച്ച 4 മാസം പഠിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾ MBA പഠിച്ചു കഴിഞ്ഞാലും ഇവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും പഠിപ്പിക്കാത്തതായിരിക്കും. ഈ 4 മാസം ഇപ്പൊ പഠിപ്പിക്കുന്നതും MBA പഠിച്ചു കഴിഞ്ഞാലും അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് സാധനമാണ് നിങ്ങൾ ഇപ്പൊ പഠിക്കാം. ഓക്കെ, ശരി. നമ്മളപ്പോ പഠിക്കുന്നത് ഡേറ്റ ഡ്രിവൺ AI ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കും. നമ്മൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് മാർക്കറ്റിംഗ് ആണ്. നിങ്ങൾക്കറിയാം എന്താണ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് ഈസ് എ സെല്ലിംഗ്. നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം, സർവീസ് മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റിംഗ് ഈസ് എ സെല്ലിംഗ്. നമുക്ക് അറിയാവുന്നതാണ്. നിങ്ങളിപ്പോൾ MBA പഠിക്കാൻ പോകുന്നവരുണ്ട്, മാർക്കറ്റിംഗ് ചെയ്യുന്നവരുണ്ട്, ഓൾറെഡി ഇവർക്കൊക്കെ അറിയാവുന്നതാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സെല്ലിംഗ് ആണ്. നമ്മളത് വിട്ടേക്കും. ഞാൻ ജസ്റ്റ് അതിനെ കുറിച്ച് പറയുന്നത്. നമുക്കറിയാം മാർക്കറ്റിംഗിൽ പല കാര്യങ്ങളുണ്ട് അല്ലെ. പ്രൊഡക്റ്റ് സർവീസസ് ഉണ്ട്, പ്രൊമോഷൻസ് ഉണ്ട്, റിസർച്ച് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഇതൊക്കെ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് പ്രൊമോഷനെ കുറിച്ചിട്ടാണ്. എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് സർവീസ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുക. പ്രൊമോഷൻ. നമുക്കറിയാം പലതരത്തിലുള്ള അഡ്വർടൈസിങ് മീഡിയംസ് ഉണ്ട് അല്ലെ. നമ്മൾ TV-യിൽ അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്, റേഡിയോയിൽ അഡ്വർടൈസ്മെന്റ് കേൾക്കാറുണ്ട്, ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്, റേഡിയോ കമ്പ്യൂട്ടറിൽ കാണാറുണ്ട്, ഔട്ട്ഡോറിലുണ്ട്, തിയേറ്ററിലുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണണേ? ഒരുപാട് ആൾക്കാർ ഇതെല്ലാം ഇവിടെയൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരുപാട് പേര് TV കാണുന്നുണ്ട്. അപ്പൊ നമ്മളൊരു മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് ആണ്. നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഇതൊരു ടെക്നിക്കൽ ജോബാന്ന് വിചാരിച്ചിട്ട് വരുന്നവരുണ്ടോ? ഇതൊക്കെ ആ വീഡിയോയിൽ ഞാൻ നിങ്ങൾ പല വീഡിയോ കണ്ടിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടത്. നമ്മൾ ചെയ്യുന്നത്, പഠിക്കുന്നതും ചെയ്യുന്നതും ചിന്തിക്കേണ്ടതും മാർക്കറ്റിംഗ് ആണ്. 100% മാർക്കറ്റിംഗ് ആണ്. 1% അല്ല, 50% അല്ല, 100%. ഞാൻ പറയും 200% നമ്മൾ ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും മാർക്കറ്റിംഗ് ആണ്. ഇതൊരു മാർക്കറ്റിംഗ് ആണ്. ഇതൊരു IT ജോബ് അല്ല. പക്ഷെ ഇവിടെ നമ്മൾ ടെക്നോളജി ഉപയോഗിക്കണം. മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് വേണം, ടെക്നോളജി ഉപയോഗിക്കണം. അവിടെ നേരത്തെ പറഞ്ഞ MBA പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴാണ് MBA പഠിച്ചത്. ഞാൻ ടെക്നിക്കൽ പേഴ്സൺ ആയിരുന്നു ആദ്യം. ഞാൻ ഡെവലപ്പർ ആയിരുന്നു. ഞാൻ പക്ക ഡെവലപ്പർ ആയിരുന്നു, സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിരുന്നു, IT വെബ്സൈറ്റ് ഡെവലപ്പർ ആയിരുന്നു. ഞാൻ പിന്നീട് ഇതിന്റെ സ്കോപ്പുകൾ അറിഞ്ഞറിഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ മാർക്കറ്റിങ്ങിന് പോയി പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ 5-8 വർഷം കൊണ്ടാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകൾ പഠിച്ചത്. പക്ഷെ എൻ്റെ ടെക്നിക്കൽ കോൺസെപ്റ്റും പ്ലസ് മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഞാൻ ഒന്നുകൂടി ഇതിന്റെ ഒരു സയൻസ് കൃത്യമായിട്ട് പഠിക്കാൻ ഞാൻ ലണ്ടനിൽ പോയത്. ലണ്ടനിൽ അവിടെ നിന്ന് പഠിച്ചത്. ഒന്നും കൂടി ഇതിന്റെ പ്രാക്ടിക്കൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാനാണ്. ക്ലിയർ ആയി? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ദിസ് ഈസ് എ മാർക്കറ്റിംഗ്. നമ്മളിവിടെ ടെക്നോളജി ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറയണത്, നിങ്ങൾ ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം, പ്ലസ് മാർക്കറ്റിംഗ് ഇഷ്ടമുള്ള ആളായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാറ്റിയ ഫീൽഡ്, അല്ലാണ്ട് എല്ലാവർക്കും ആർക്കും ഇത് ഷൈൻ ചെയ്യാൻ പറ്റില്ല. ചിലവരുണ്ട് എനിക്ക് മാർക്കറ്റിംഗ് ഇഷ്ടമല്ലേ, നിങ്ങൾക്ക് പറ്റിയ ഫീൽഡല്ലത്. ടെക്നോളജി ഇഷ്ടമല്ലേ, കമ്പ്യൂട്ടർ ഇഷ്ടമല്ലേ, നിങ്ങൾക്ക് ഇതിന് മുന്നേ ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് പറ്റിയ ഫീൽഡ് അല്ല ഇത്. ഈ ഇൻഫോർമേഷൻ ഞാൻ ക്ലാസ്സിന് മുന്നേ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ടെക്നോളജി ഇഷ്ടപ്പെടാൻ ഒരുപാട് ടൈം അതിൽ സ്പെൻഡ് ചെയ്യാൻ മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകൾ ഉണ്ടാക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് ഇവിടെയൊക്കെ കൊണ്ടുപോയി ആഡ് ഇടുന്നതെന്ന് അറിയാം. അവർക്കറിയാം ഒരുപാട് ആൾക്കാർ TV കാണുന്നുണ്ട്. ഇപ്പൊ TV-യിൽ ആഡ് റീച്ച് കിട്ടുന്നറിയാം. ഒരുപാട് ആൾക്കാർക്ക് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്, ന്യൂസ് പേപ്പറിൽ ആഡ് റീച്ച് കിട്ടുന്നറിയാം. അപ്പൊ മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് എന്താ ചിന്തിക്കണമെന്ന് അറിയാമോ? എവിടെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണേ? ഇതാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കൊണ്ട് ആഡ് ഇട്ടാൽ നല്ല റീച്ച് കിട്ടുമെന്ന് അവർക്കറിയാം. ക്ലിയർ? നമുക്കറിയാം 1605 ന്യൂസ് പേപ്പർ വന്നു. അപ്പൊ മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് അവിടെ ആഡ് ഇടാൻ തുടങ്ങി. പിന്നെ തിയേറ്റർ വന്നു, അവിടെ ആഡ് ഇടാൻ തുടങ്ങി. പിന്നെ റേഡിയോ വന്നു, അവിടെ ആഡ് ഇടാൻ തുടങ്ങി. പിന്നെ ടെലിവിഷൻ വന്നു, അവിടെ ആഡ് ഇടാൻ തുടങ്ങി.
പിന്നെ ഔട്ട്ഡോർ വന്നു, അവിടെ ആഡ് ഇടാൻ തുടങ്ങി. പിന്നെ ഇന്റർനെറ്റ് വന്നു, അപ്പൊ എല്ലാവരും ഇന്റർനെറ്റിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് ഇന്റർനെറ്റിൽ ആഡ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇതിനെ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് മാർക്കറ്റിംഗ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആവുണ്ടല്ലോ? ഇതുമായി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഇത്ര നേരം പറഞ്ഞത് ക്ലിയർ ആണോ? വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. വെരി ഗുഡ്. നമുക്കറിയാം വേൾഡിൽ ഏകദേശം 1 മില്യൺ അല്ല 7 ബില്യൺ ആൾക്കാരുണ്ട്. വേൾഡ് പോപ്പുലേഷനാണ്. അതില് 500 മില്യൺ ആൾക്കാർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതല്ല, ഫോൺ ഉപയോഗിക്കുന്നതാ. 450 ബില്യൺ. ബില്യൺ എന്ന് പറഞ്ഞാൽ, ഒരു ബില്യൺ എന്ന് പറയുന്നത് ഈക്വൽ ടു 100 ക്രോറാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കണം. ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 100 ക്രോർ. അപ്പം 4.5 ബില്യൺ എന്ന് പറഞ്ഞാൽ 450 കോടി ജനമാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് വേൾഡിൽ. നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു സർവീസ് ഉണ്ട്, ഇന്റർനെറ്റ് ഉപയോഗിച്ച് 450 കോടി ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക. നിങ്ങളുടെ വീട്ടിലിരുന്ന്, നിങ്ങളുടെ റൂമിലിരുന്ന്, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത്രയ്ക്ക് പവർഫുൾ മീഡിയ ആണ്. ഇത് കളിക്കാൻ അറിയണം. ഇത് ആർക്കാണിത് കളിക്കാൻ അറിയാം? മാർക്കറ്റിംഗ് അറിയണവർക്ക് ഇത് കളിക്കാൻ അറിയൂ. മാർക്കറ്റിംഗ് അറിയാണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന കുട്ടികൾ ഒരു വർഷം പോലും ഫീൽഡിൽ നിൽക്കുന്നില്ല. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും പറയണു, ചിലവർ, ഞാൻ ഒരുപാട് കാര്യം, നിങ്ങൾ 10 പഠിച്ചാൽ മതി, +2 പഠിച്ചാൽ മതി, എനി ഡിഗ്രി. നോ, നിങ്ങൾ മാർക്കറ്റിംഗ് പ്രൊഫഷണൽസിന് മാത്രം പഠിച്ചാൽ ഷൈൻ ചെയ്യാവുന്ന ഫീൽഡാണ്. ഇത് ടെക്നിക്കൽ പ്ലസ് മാർക്കറ്റിംഗ് ആണ്. ഞാൻ നിങ്ങളെല്ലാവരും, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ഞാൻ എടുക്കണേ. എൻ്റെ ഒറ്റ കുട്ടികൾക്ക് എനിക്ക് ജോലി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു കുട്ടിക്ക് എനിക്ക് പ്ലേസ്മെന്റ് കൊടുക്കേണ്ട വന്നിട്ടില്ല. എൻ്റെ അടുത്ത് ഇപ്പോഴുണ്ട് 8 വേക്കൻസിയാണ്. ഫില്ല് ചെയ്യാത്ത 8 വേക്കൻസി ഉണ്ട്. എൻ്റെ ഇന്ന് ഇപ്പൊ വൈകിട്ടും വിളിച്ചു 3 പേരുണ്ടോന്ന് ചോദിച്ചിട്ട്. എൻ്റെ അടുത്ത് കുട്ടികൾ കൊടുക്കാനില്ല. ഒന്നല്ലെങ്കിൽ അവരെ സ്വന്തമായിട്ട് ജോലി കണ്ടെത്തിയിട്ട്, അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിരിക്കും ചെയ്യണേ, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടാവും. അവനെ ചോദിച്ചു ആരൊക്കെ ജോലി നോക്കുന്നുണ്ടെന്ന് ഞാൻ ചോദിച്ചു. ക്ലിയർ? ഇപ്പൊ നമ്മുടെ ഈ കോഴ്സ് ചെയ്തൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ട കാര്യം, നിങ്ങൾ തന്നെ ഫ്രീലാൻസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെ ആ ലെവലിലേക്ക് നിങ്ങൾ നീങ്ങും പരിപാടി. നിങ്ങൾക്ക് അത്രയ്ക്ക് ബ്രില്യൻസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾ അതിലേക്ക് തന്നെ വരും. ജോലി വേണോ, ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബൂമിംഗ് ആണ്. ബൂമിംഗ് എന്ന് ഞാൻ പറയില്ല. ഞാൻ ഈ മേഖലയിൽ റിട്ടയർമെന്റിനെ കുറിച്ച് ആലോചിച്ചു, കാരണം ഞാൻ തന്നെ 20 വർഷമായി. പക്ഷെ ഇതിപ്പോ അതിന്റെ ഒരു പീക്ക് ലെവലിലാണ്. ഓക്കെ, നമുക്കറിയാം ഓരോ വർഷം ചെല്ലും തോറും ഇന്റർനെറ്റ് യൂസേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം ചെല്ലും തോറും ഇന്റർനെറ്റ് യൂസേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്കോപ്പും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ചെല്ലും തോറും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്കോപ്പും, കാരണം എല്ലാവരും ഇന്റർനെറ്റ് ഉപയോഗിച്ച് കൂടുന്നതനുസരിച്ച് നമുക്കും ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് അത്രയ്ക്ക് ഡിമാൻഡ് ഉണ്ട് മാർക്കറ്റിൽ. ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, ടെക്നോളജി യൂസ് ചെയ്ത്, ഇന്റർനെറ്റ് യൂസ് ചെയ്ത്, ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്ത്, മൊബൈൽ ഫോൺ യൂസ് ചെയ്ത്, ലാപ്ടോപ്പ് യൂസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റും സർവീസും നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ക്ലിയർ? അവിടെ ഇന്റർനെറ്റ് വേണം, ടെക്നോളജി വേണം, അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ ഡെഫിനിഷൻ പഴയ ഡെഫിനിഷനാണ്. ഞാനൊരു ഡെഫിനിഷൻ ഉണ്ടാക്കിയിട്ട്, നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജോ ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണാൻ പറ്റും. ഞാനൊരു ഡെഫിനിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഡെഫിനിഷൻ അതാണ്. ഞാൻ ഈ പറയുന്ന ഡെഫിനിഷൻ നിങ്ങൾ ലോകത്ത് എവിടെ പോയാലും കിട്ടാൻ പോണില്ല. അത് ഞാൻ ഉണ്ടാക്കിയ ഡെഫിനിഷൻ. നിങ്ങളെങ്ങും കാണാനും പോണില്ല ഡെഫിനിഷൻ. നിങ്ങളും ചിന്തിക്കേണ്ടത് അതാണ്. അതിന് വേണ്ടിയാണ് ഞാൻ ആ ഡെഫിനിഷൻ പറയുന്നത്. ഞാൻ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോഴേ തന്നെ ഫീഡ് ചെയ്യണത്. ഞാനത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇന്റർനെറ്റ് വഴി പ്രൊമോട്ട് ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്റ്റിനും സർവീസിനും ഇന്റർനെറ്റിൽ നിന്നും ക്വാളിറ്റി എൻക്വയറി ജനറേറ്റ് ചെയ്യണം. ജനറേറ്റ് ചെയ്യുന്ന എൻക്വയറിനെ കൺവേർട്ട് ചെയ്ത്
നിങ്ങളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പോസിറ്റീവ് ആക്കണം. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ആർക്കും ഇന്റർനെറ്റിൽ അഡ്വർടൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒന്ന് പഠിച്ച് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നാളെ തൊട്ട് ഇന്റർനെറ്റ് അഡ്വർടൈസ് ആർക്കും പറ്റും. ഞാൻ എൻ്റെ ക്ലാസ് വേണ്ട 5 മണിക്കൂറിന്റെ ക്ലാസ് അറ്റൻഡ്, എനിബഡി ക്യാൻ അഡ്വർടൈസ് ഓൺ ഇന്റർനെറ്റ്. അതൊരു ബിഗ് ഡീൽ അല്ല. ഇറ്റ് ഈസ് നോട്ട് എ റോക്കറ്റ് സയൻസ്. എനിബഡി ക്യാൻ അഡ്വർടൈസ് ഓൺ ഇന്റർനെറ്റ്. ക്ലിയർ? ഇന്റർനെറ്റിൽ നിന്ന് അഡ്വർടൈസ് ചെയ്ത് എനിബഡി ക്യാൻ ജനറേറ്റ് ലീഡ് ഓൾസോ. നിങ്ങൾ കുറച്ച് അഡ്വർടൈസ് ചെയ്ത് കുറച്ച് എൻക്വയറി ഒക്കെ എന്തായാലും വരും. ക്ലിയർ? അങ്ങനെ ചെയ്തതുകൊണ്ട് കാര്യമില്ല. നിങ്ങളൊരു 10,000 രൂപ മുടക്കിയ ഇന്റർനെറ്റിൽ അഡ്വർടൈസ് ചെയ്തു, നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു എൻക്വയറി വന്നിട്ട് 1000 രൂപയുടെ കച്ചവടം നടത്തി. 10,000 രൂപയ്ക്ക് അഡ്വർടൈസ് ചെയ്ത് 1000 രൂപയുടെ കച്ചവടം നടത്തി 9,000 റുപ്പീസ് നിങ്ങൾക്ക് നഷ്ടം വന്നു. ഇത് നിങ്ങൾ ചെയ്യാണ്ടിരുന്ന നോക്കിയേ, ആ ക്ലയന്റിന് 9,000 റുപ്പീസ് ആളുടെ സേവാണ് അവിടെ. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഒരു 10,000 റുപ്പീസ് കൊടുത്ത് നിങ്ങൾ ആഡ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്നും ഒരു 15,000-20,000 ജനറേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പോസിറ്റീവ് ആവൂ. അതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതായിരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സിലബസിൽ സെയിൽസിന്റെ ടോപ്പിക് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. ലോകത്ത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടോപ്പിക്കിലും ഇല്ലാത്തതാണ് സെയിൽസിന്റെ ടോപ്പിക്. നമുക്ക് വരുന്ന എൻക്വയറിനെ എങ്ങനെ ക്ലോസ് ചെയ്യാം, ആ സാധനം നമ്മുടെ ടോപ്പിക്കിലുണ്ട്, സിലബസിലുണ്ട്. ഫസ്റ്റ് ടൈമാണ് ആ സിലബസിൽ ഒരു ടോപ്പിക് ആ സാധനം കൊണ്ടുവരുന്നത്. ക്ലിയർ? അതായത് വെറുതെ ഒരു എൻക്വയറി ജനറേറ്റ് ചെയ്യുന്നുള്ള, ഇനിയുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൽ നിന്നും എല്ലാ കമ്പനിയും എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ്. നിങ്ങൾ വെറുതെ പോയി കുറച്ച് ക്യാമ്പയിൻ ചെയ്യാന്നുള്ളതല്ല. നിങ്ങൾ തന്നെ ക്യാമ്പയിൻ ചെയ്യാൻ കഴിവ് വേണം, എൻക്വയറി ജനറേറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം, വരുന്ന എൻക്വയറിനെ പ്രോസസ്സ് ചെയ്ത് കൺവേർട്ട് ആക്കാനുള്ള കഴിവ് വേണം, പ്ലസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പോസിറ്റീവ് ആയിരിക്കണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാവരും ഇന്റർനെറ്റിലുണ്ട്, എല്ലാവർക്കും കുഞ്ഞു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാം. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ന്യൂ ഡെഫിനിഷൻ എല്ലാവർക്കും ക്ലിയർ ആണോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. എല്ലാവരും ക്ലിയർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ ഞാൻ ചോദിക്കുന്നത്. ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. ഞാൻ ഇപ്പൊ ഇന്നത്തെ ക്ലാസ് മാത്രമായിരിക്കും ഈ കാണിക്കുന്നത്. നാളെ തൊട്ട് ഞാൻ പ്രാക്ടിക്കലാണ്. നാളെ തൊട്ട് വേറെ ഡയലോഗ്സ് ഇല്ല. 5 മിനിറ്റ് ഡയലോഗുകൾ, ബാക്കി പെർസെന്റേജ് പ്രാക്ടിക്കൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. എന്ന് തുടക്കം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുത്തുന്നതാണ്. ഇത് ക്ലിയർ? വെരി ഗുഡ്. നിങ്ങളെല്ലാവരും ഒരുപാട് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതാണ്. നമ്മളെല്ലാവരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതാണ്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ ഒരു ന്യൂ മീഡിയ അല്ല. എവരിബഡി 80 വയസ്സുള്ള ആൾക്കാർ ഒരു ഇന്റർനെറ്റ്, കാരണം ഇന്റർനെറ്റ് അത്രയ്ക്ക് പോപ്പുലർ ആയി. ഇപ്പൊ ഉള്ള 80 വയസ്സായിരുന്നു പറയുന്നത് ഇന്റർനെറ്റ് 20 വർഷം മുന്നേ ഇന്റർനെറ്റ് വന്നു തുടങ്ങിയാൽ 15 വർഷം മുന്നേ തുടങ്ങി. അപ്പൊ അവർ ചെറുപ്പമായിരുന്നു ഉപയോഗിച്ചപ്പോൾ എല്ലാവരും ഇന്റർനെറ്റിന്റെ കാലഘട്ടമാണ്. നമ്മളെല്ലാവരും ഒരുപാട് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. നിങ്ങളെല്ലാവരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കണം. നമ്മൾ ഇന്റർനെറ്റിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നമ്മുടെ ഏരിയ ആണ്. നമ്മളതിൽ വരുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഒരു നോർമൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും കൂടി അതിന്റെ സയൻസ് ചിന്തിക്കണം. എന്തുകൊണ്ട് ഇവർ ചെയ്തു, അങ്ങനെ ചെയ്തു, ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന സൈറ്റുകൾ ഒട്ടുമിക്കവരും ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ സൈറ്റുകൾ ഉപയോഗിക്കുന്നവരുണ്ടാവും. നിങ്ങൾക്കൊരു വീഡിയോ കാണണോ, നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കും. ശരിയല്ലേ? നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻ അറിയണോ, നിങ്ങൾ ഗൂഗിൾ ഉപയോഗിക്കും. ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യും. ഇപ്പൊ അത് ChatGPT ഉപയോഗിക്കും. ആരുടെയെങ്കിലും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ജിമെയിൽ ഉപയോഗിക്കും. ഫ്രണ്ട്സിന്റെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കും. പ്രൊഫഷണൽ നെറ്റ്വർക്കിന് ലിങ്ക്ഡിൻ ഉപയോഗിക്കും. പ്രൊഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടി ആമസോൺ, ഫ്ലിപ്കാർട്ടുകൾ ഉപയോഗിക്കും. ന്യൂസ് ഒക്കെ വായിക്കാൻ നമ്മൾ മനോരമ ഓൺലൈൻ അല്ലെങ്കിൽ BBC അങ്ങനത്തെ ന്യൂസ് സൈറ്റുകൾ വായിക്കും. ഏകദേശം ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പോപ്പുലറായ വെബ്സൈറ്റുകൾ. വേറെ ഒരുപാടുണ്ട്, ഞാൻ കുറച്ച് വളരെ ഫ്യൂ ഞാനിവിടെ പോയിന്റ് ഔട്ട് ചെയ്തെന്നുള്ളൂ. വാട്സപ്പ് ഒക്കെ പോപ്പുലർ ആയിട്ടുള്ള സൈറ്റുകളാണ്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈ പോപ്പുലറായ വെബ്സൈറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്.
നമ്മൾ എന്തുകൊണ്ട് മനോരമ പത്രത്തിൽ ആഡ് ഇടുന്നു? ഒരുപാട് പേര് അത് കാണുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഹോർഡിങ്സ് വയ്ക്കുന്ന ഒരുപാട് പേര് കാണുന്നത്? അതുപോലെ തന്നെയാണ് ഇന്റർനെറ്റിലും പലതരം പോപ്പുലർ സൈറ്റുകളുണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മൾ ആഡ് ഇട്ടാലാണ് നമുക്ക് റീച്ച് കിട്ടുക. ക്ലിയർ? അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ പോപ്പുലറായ സൈറ്റിൽ നമ്മുടെ ആഡ് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. എഫക്റ്റീവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. എഫക്റ്റീവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ ആഡ്സ് ഇൻ പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ സൈറ്റ് എന്ന് പറയും. എന്താന്ന് വെച്ചാൽ നമ്മളെ ക്യാമ്പയിൻ ഒക്കെ ചെയ്തതിന് മുന്നേ നമ്മൾ പഠിക്കും. നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കണം ഹൂ ഈസ് അവർ ടാർഗറ്റ് ഓഡിയൻസ്. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, അല്ലെങ്കിൽ ആരാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പോകുന്നത്, ആരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻസിനെ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു ഡിഗ്രി കോഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു PG കോഴ്സ് ആണ്. വി ആർ ടാർഗറ്റിംഗ് സ്റ്റുഡൻസ് എവിടെയാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ്? ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുപോയാണ് അഡ്വർടൈസ് ചെയ്യാൻ. ചില പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ലിങ്ക്ഡിനിലായിരിക്കും. അപ്പൊ ലിങ്ക്ഡിനിൽ കൊണ്ട് അഡ്വർടൈസ് ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് യൂട്യൂബിലായിരിക്കും. അപ്പൊ നമ്മൾ യൂട്യൂബിൽ കൊണ്ട് അഡ്വർടൈസ് ചെയ്യണം. അപ്പൊ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എവിടെയാണോ, ഇന്റർനെറ്റിൽ ഏത് സെക്ടറിലാണോ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണേ, അവിടെ കൊണ്ടുപോയി അഡ്വർടൈസ് ചെയ്താലാണ് നമുക്ക് നല്ല റീച്ച് കിട്ടുമോ. അതിനാണ് പറയണേ പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ ആഡ്സ് ഇൻ പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ. ഇതൊക്കെയാണ് നമ്മൾ കമ്മിങ് ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോന്നിനെയും കുറിച്ച് പഠിക്കും. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ അഡ്വർടൈസ് ചെയ്യുന്നതിനാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ അതിലൂടെ എൻക്വയറി ജനറേറ്റ് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയും. വീഡിയോ അഡ്വർടൈസിംഗ് ഉണ്ട്. നമുക്കറിയാം യൂട്യൂബിൽ അഡ്വർടൈസ് ചെയ്യുക. യൂട്യൂബിൽ നിങ്ങൾ പല വീഡിയോ കാണാറുണ്ട്, അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്. അതിനാണ് യൂട്യൂബ് മാർക്കറ്റിംഗ് എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ നിങ്ങളുടെ ജിമെയിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ഇമെയിലുകൾ കിട്ടാറുണ്ട് അല്ലെ, പ്രൊമോഷണൽ ഇമെയിൽസ്. നിങ്ങൾ പലരും അത് ചെക്ക് ചെയ്യും, പലരും ചെക്ക് ചെയ്യില്ല അല്ലെ. അപ്പൊ ചില പ്രൊമോഷൻ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ ഇമെയിലുകൾ കളക്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ അതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതുപോലെ വാട്സപ്പ് മാർക്കറ്റിംഗ്, മൊബൈൽ ആപ്പ് മാർക്കറ്റിംഗ്, ഇതിനെല്ലാത്തിനെയും കൂടി പറയുന്ന പേരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എവരിബഡി ഈസ് ക്ലിയർ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചോളൂ. ഞാനൊരു ഓൺലൈൻ വഴി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഇത് എല്ലാവരും ഞാൻ പറയുന്നവരാരും വിശ്വസിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഇതിലുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറയാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ചോദിക്കാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചോദിക്കണേ. ഞാൻ ഡൗട്ട് തെറ്റിക്കോട്ടെ, മണ്ടത്തരായിക്കോട്ടെ, നമ്മൾ പിന്നീട് ആരും വെർച്വലിൽ കാണണം. ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണില്ല. ഒരു ക്ലാസ് റൂമിൽ ഇതൊക്കെയാണ്. നമ്മൾ ഒരു പ്രാവശ്യം മണ്ടത്തരം ചോദ്യം ചോദിച്ച് നമുക്ക് എല്ലാവരും ചിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തരം റിയാക്ഷൻ കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നീട് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ശരിയാണോ? ഓൺലൈൻ ക്ലാസ്സിന് എന്തും ചോദിക്കാം. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കാൻ പറയും. ക്ലിയർ? എന്തും ചോദിക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ചോദിച്ചോ, തെറ്റിക്കോട്ടെ, നിങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ കമ്മിങ് ക്ലാസ്സിൽ പഠിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഏകദേശം 4 ബില്യൺ ആൾക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ആയ സോഷ്യൽ മീഡിയകളാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, യൂട്യൂബ്. ഇതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ആയ സോഷ്യൽ മീഡിയ. നമുക്കറിയാവുന്നതാണ് അതൊക്കെ. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ 4 ബില്യൺ എന്ന് പറഞ്ഞാൽ 400 കോടി ജനങ്ങളെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി ടാർഗറ്റ് ചെയ്യാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഇത്. നമ്മൾ അതിനെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീപ്ലി പ്രാക്ടിക്കലി പഠിക്കുന്നതാണ് കമ്മിങ് ക്ലാസ്സിൽ. അതുപോലെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. നമുക്കറിയാം ഏകദേശം ലോകത്ത് 4.3 ബില്യൺ ആൾക്കാർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിലെ
4 ബില്യൺ ആൾക്കാർക്ക് ഇമെയിൽ ഉണ്ട്. നമ്മൾ ഇമെയിൽ മാർക്കറ്റിംഗ് പഠിക്കുന്നതാണ്. നമ്മുടെ പ്രൊഡക്റ്റും സർവീസും നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ ഇമെയിലുകൾ കളക്ട് ചെയ്ത് അവർക്ക് നമ്മൾ ഇമെയിൽ അയച്ചു കൊടുക്കും. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ വളരെ പ്രാക്ടിക്കലി പഠിക്കുന്നതാണ്. അതും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെയാണ് വാട്സപ്പ് മാർക്കറ്റിംഗ്. നിങ്ങളായാലും ഞാൻ പല വാട്സപ്പ് വഴിയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കണേ. ചില ബാനറുകൾ അയച്ചിട്ടുണ്ടാവും, സ്റ്റാറ്റസുകൾ അയച്ചിട്ടുണ്ടാവും. ഇതൊക്കെ പാർട്ട് ഓഫ് വാട്സപ്പ് മാർക്കറ്റിംഗ്. ഇതും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഭാഗം തന്നെയാണ്. വാട്സപ്പ് മാർക്കറ്റിംഗ് നമ്മൾ വളരെ ഡീപ്ലി പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഒക്കെ തന്നെയാണ് വാട്സപ്പ് മാർക്കറ്റിംഗ്. പ്രാക്ടിക്കലി നമ്മൾ പഠിക്കുക. ഓക്കെ, നമുക്കറിയാം ഏകദേശം വാട്സപ്പിൽ 1.5 ബില്യൺ ആക്റ്റീവ് യൂസർ ഉണ്ട്. ഇപ്പൊ അത് 2.2 ബില്യൺ അല്ലെങ്കിൽ 3 ബില്യൺ വരെ ടച്ച് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ആക്റ്റീവ് യൂസർ ഉണ്ട് വാട്സപ്പിന്. നമ്മൾ വാട്സപ്പ് മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ അറിയാൻ പറ്റും അതിന്റെ ഓപ്പൺ റേറ്റ് എന്താ, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താ, അല്ലെങ്കിൽ ഏറ്റവും നല്ല മീഡിയം ഇതൊക്കെ എങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്ത് തരം സ്ട്രാറ്റജിയാണ് വാട്സപ്പിൽ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നമ്മൾ അതിൽ പഠിക്കും. ഇതും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. മൊബൈൽ ആപ്പ് മാർക്കറ്റിംഗ്. മൊബൈൽ ആപ്പ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ പലതരത്തിലുള്ള മൊബൈലുകൾ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ. ഊബറിന്റെ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടാവും, സ്വിഗ്ഗിയുടെ ആപ്പുകൾ ഉണ്ടാവും, പലതരത്തിലുള്ള ആപ്പുകളുണ്ട്. ഇപ്പൊ ഒരു ഊബറിന്റെ ആപ്പ് ആണെന്നിട്ടാ ഈ ലോകത്തിലുള്ള എല്ലാ കാറുകളും മാനേജ് ചെയ്യുന്നത് പുള്ളിയാണ്, ഒരൊറ്റ മൊബൈൽ ആപ്പ് വഴിയാണ്. അത്രയ്ക്ക് പവർഫുൾ ആണ് ആപ്പിന്റെ വീഡിയോ എന്ന് പറയുന്നത്, ആപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും നമ്മുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തായിരുന്നോ? ചെയ്തായിരുന്നു സർ. ചെയ്തിട്ട് ലോഗിൻ ചെയ്തോ? ലോഗിൻ ചെയ്തിട്ടില്ല. ലോഗിൻ ചെയ്യാം കേട്ടോ. മൊബൈൽ ആപ്പ് ലോഗിൻ ചെയ്യാം. അപ്പൊ ആ മൊബൈൽ ആപ്പിൽ കിടക്കുന്ന കുറച്ചും കൂടി പഴയ വീഡിയോസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോഴത്തെ ക്ലാസ്സിന്റെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അതിലൂടെ ഒരു 90% ആ ടോപ്പിക്കൊക്കെ സിമിലർ ആണ്, കോൺസെപ്റ്റുകളൊക്കെ സിമിലർ ആണ്. പക്ഷെ നിങ്ങൾക്ക് അന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പൊ ഇനി വരുന്ന ക്ലാസ് ഒക്കെ ആ ആപ്പിലാണോ വരിക? അല്ലല്ല, ഞാൻ നിങ്ങൾക്ക് വേറൊരു വഴിക്കായിരിക്കും തരാം, ലിങ്കുകൾ തരാം ഈ വരുന്ന ക്ലാസ്സുകളുടെ. ആ ലിങ്കുകൾ പയ്യെ മൊബൈൽ ആപ്പിലേക്ക് വരും. അതിന്റെ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ്. ക്ലിയർ ആവും. ഇത്രനാളും പഴയ മൊബൈലിലാണ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഈ ഡേറ്റ ഡ്രിവൺ ആയതുകൊണ്ടാണ് ഈ പുതിയ വീഡിയോസ് വന്ന് നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾക്ക് റെഫറലായിട്ട് നിങ്ങൾക്ക് ഞാൻ വേറെ വഴിക്ക് അയച്ചു തരും. അന്നത്തെ വീഡിയോ അന്നന്ന് നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ യൂട്യൂബ് വഴിയായിരിക്കാം, പല വഴിക്കായിരിക്കും. പക്ഷേ ഇന്നത്തെ ക്ലാസ്സുകളുടെ ഇവിടെ ആക്സിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് എപ്പോഴെങ്കിലും ഇതിലേക്ക് വരുമ്പോൾ, ആപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ആപ്പിലൂടെ ആക്സസ് ചെയ്യാം. ഓക്കെ, ഇനി മൊബൈൽ ആപ്പ് മാർക്കറ്റ്. നമുക്ക് മാത്രമാണ് കേരളത്തിൽ മൊബൈൽ ആപ്പ് ഉള്ളൂ. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ട്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് മൊബൈൽ ആപ്പ് ഒക്കെ ഉണ്ടാക്കിയെന്നുള്ളതിന് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ മൊബൈൽ ആപ്പ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പിന്റെ ഡൗൺലോഡ് കൂട്ടണം. അതാണ് മൊബൈൽ ആപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ ഡൗൺലോഡ് കൂട്ടാം, ആ ടോപ്പിക്ക് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരാൾ പോലും ഇവിടെ മൊബൈൽ ആപ്പ് മാർക്കറ്റിംഗ് പഠിപ്പിക്കണില്ല. അവർക്ക് മൊബൈൽ ആപ്പ് പോലും ഇല്ല, പിന്നെ അതെങ്ങനെ പഠിപ്പിക്കണം? എന്താണ് മൊബൈൽ ആപ്പ് മാർക്കറ്റിംഗ് വരെ നമ്മുടെ ടോപ്പിക്കിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നമുക്കറിയാം എല്ലാവരും മൊബൈലിലാണ്. നമ്മളെ തന്നെ, ഞാൻ പേഴ്സണലി ഒരു ദിവസം എത്ര മണിക്കൂർ മൊബൈൽ സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. രാവിലെ എണീക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുന്നത് വരെ ഞാൻ മൊബൈലിൽ എന്തെങ്കിലും മെസ്സേജുകൾ അയക്കുക, ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ചെയ്യുക, പല കാര്യങ്ങളും ഇതൊക്കെ മൊബൈലിൽ ചെയ്യുന്നത്. അപ്പൊ അത്രയ്ക്ക് വലിയ മീഡിയ ആണ് മൊബൈൽ. മൊബൈൽ വഴിയുള്ള എന്ത് മാർക്കറ്റിംഗ് അതിന് എഫക്റ്റ് ഉണ്ട്. ഓക്കെ, അത്രമാത്രം ടൈം നമ്മൾ മൊബൈലിലൂടെ സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീപ്ലി പഠിക്കും. അടുത്തതാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും പോപ്പുലർ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഗൂഗിളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ വേണോ, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്നു, അതിൽ ടോപ്പിൽ കാണുന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റ് ടോപ്പിൽ കൊണ്ടുവന്ന് അതിലൂടെ നമ്മൾ എൻക്വയറി ജനറേറ്റ് ചെയ്യണം. അതിനെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. നമ്മളത് പഠിക്കുന്നതാണ്. SEO, ഗൂഗിൾ ആഡ്, ഇതൊക്കെ നമ്മൾ വളരെ ഡീപ്ലി പഠിക്കാൻ പോകുന്നതാണ്. ക്ലിയർ? അപ്പൊ ലോകത്തിലെ ഏറ്റവും പോപ്പുലർ സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഗൂഗിളാണ് ഡോമിനേറ്റ് ചെയ്യണത്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു മൊണോപ്പൊളി തന്നെയാണ് ഗൂഗിൾ. ഗൂഗിളിന്റെ ഓഫീസിൽ ഞാനൊരു 50 പ്രാവശ്യത്തിൽ കൂടുതലെങ്കിലും പോയിട്ടുണ്ടാവും. പല വർക്കുകളും പല കാര്യങ്ങളും കണക്ട് ചെയ്യാനും ചെയ്യാൻ. നമുക്കറിയാം നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് വെബ്സൈറ്റ് ടോപ്പ് 10 ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ സെക്കൻഡ് പേജിലേക്ക് പോകില്ല.
അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ടോപ്പ് 10 ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉള്ളൂ. അത് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. അതിനാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ബാനർ അഡ്വർടൈസ്മെന്റ്. നമുക്കറിയാം, നമ്മളൊരു മനോരമ പത്രത്തിൽ പലതരത്തിലുള്ള ബാനറുകൾ കാണാറുണ്ട് അല്ലെ, പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാനറുകൾ മനോരമ online.com കൊണ്ടുവിടാം. മനോരമ online.com എടുക്കുമ്പോൾ നമ്മൾ പല ബാനറുകൾ കാണും. നമുക്ക് അവരായിട്ട് അക്കൗണ്ട് വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാനറുകൾ അവരിടും. അതിനാണ് ബാനർ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്താൽ, ആ ബാനറിനെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരികയും നമുക്ക് അതുവഴി ഒരുപാട് ക്വാളിറ്റി ക്ലിക്കുകളും ക്വാളിറ്റി എൻക്വയറിയും ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്? ഇല്ല സർ, ക്ലിയർ ആണ്. ഒന്നും ചോദിക്കാനില്ല, മനസ്സിലാവണ്ടൊക്കെ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ആ, ചോദിച്ചോളൂ. ആർക്ക് ഡൗട്ട് ചോദിക്കും. സർ, ഡിജിറ്റൽ മാർക്കറ്റിന് ശരിക്ക് ജോബ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം, അങ്ങനെയാണോ? എന്താണ് പേര്? ഷഹ്മ. ശരൺ. എന്താണ് പേര് പറഞ്ഞേ? ഷഹ്മ. ശർമ്മ. അപ്പൊ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് നല്ലൊരു ഡെഫിനിഷൻ തുടക്കം പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു, പക്ഷെ എനിക്ക് കേട്ടു പക്ഷെ ഒന്നും അതാണ്. അല്ലാണ്ട് വെറുതെ ഡിസൈൻ ചെയ്ത ഒരു ബാനർ ഡിസൈൻ ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല. ബാനർ ഡിസൈൻ ചെയ്ത് വെബ്സൈറ്റിൽ ഇടാന്നുള്ളതല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, നിങ്ങളൊരു കമ്പനി നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹയർ ചെയ്യുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് എൻക്വയറി ജനറേറ്റ് ചെയ്ത് കൊടുക്കണം ഓൺലൈനിൽ നിന്ന്. ആ കമ്പനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ആ കമ്പനിയുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യണം. ആ കമ്പനിക്ക് വേണ്ടി നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിന് ഒരുപാട് ഡിമാൻഡും ഒരുപാട് പൈസയും നല്ല സാലറിയും ഇൻസെന്റീവും ഒക്കെ കിട്ടുന്ന ഒരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇപ്പൊ ഞാൻ വേറെ ഒന്നും കൂടി എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിജിറ്റൽ മാർക്കറ്ററാക്കി ഇരുത്തും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെക്കുറിച്ച് പഠിക്കണം. നിങ്ങൾക്ക് പഠിച്ചപ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റി വരും കേട്ടോ. നിങ്ങൾ എന്താ ചെയ്യണേ ബേസിക്കലി? ഹലോ, ഞാനിപ്പോ എക്സാംസ് നോക്കുന്നുണ്ട്, MBA എക്സാംസിന്. എന്തിനെ? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, MBA എക്സാംസിന് നോക്കുന്നുണ്ട്. ഏതാ ഡിഗ്രി ഏതായിരുന്നു? പോൾട്രി സയൻസ്. ഓക്കെ, ഗുഡ്. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് പഠിക്കുന്നവരും ചെല്ലുന്നവരും നിങ്ങൾക്ക് അതിന്റെ ഡെപ്ത് കിട്ടും. അതാണ് നമ്മൾ പഠിക്കാൻ പോണേ കേട്ടോ. നമ്മള് 4 മാസം ആകുമ്പോഴേക്കും നിങ്ങൾ അതിന്റെ എക്സ്പെർട്ട് ആവും. അതാണ് നമ്മൾ പഠിക്കുന്നത്. ചില കാര്യങ്ങൾ ഞാൻ തുടക്കം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അത് മനസ്സിലായെന്ന് ഒന്നും പേടിക്കേണ്ട. ഇതൊന്നുമല്ല, ഇത് നമ്മളിതിനെ കുറിച്ച് പഠിക്കാനേ പോണേ. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാരിറ്റി വരും. ഓക്കെ. അതുപോലെ തന്നെ നമുക്കറിയാം ഡിജിറ്റൽ ആഡ് സ്പെൻഡ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്കോപ്പും. ഇപ്പൊ ഞാൻ തന്നെ ഡിജിറ്റൽ ആഡ് ഒരു 25 കോടിയെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും എഡ്യൂക്കേഷൻ സെക്ടറിൽ തന്നെ. അപ്പൊ അത്രമാത്രം സ്കോപ്പ് ഉണ്ട്. അപ്പൊ ഓരോ ദിവസം സ്പെൻഡ് കൂടി. നിങ്ങൾ കാണുമ്പോൾ എല്ലാവരും ഇന്റർനെറ്റിൽ ഡിജിറ്റൽ അഡ്വർടൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്കോപ്പും കൂടുന്നു, ഇന്റർനെറ്റിന്റെ യൂസറും കൂടുന്നു. നിങ്ങൾക്കായാലും അപ്പൊ അതിൻ്റെതായ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കമ്മിങ് ഡേയ്സിൽ ഉണ്ടാവും. വീഡിയോ അഡ്വർടൈസിങ്. നമുക്കറിയാം ഏകദേശം 2 ബില്യൺ ആൾക്കാരാണ് യൂട്യൂബ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതാണ്. നമ്മുടെ കമ്പനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതാണ്. എനിക്ക് യൂട്യൂബ് വഴി എൻക്വയറി കിട്ടുന്നതാണ്. യൂട്യൂബ് വഴി എനിക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ്, ഞാൻ ഇവിടെ പറയണത് ഒരു പ്രസക്തിയില്ല. ഞാനെല്ലാം പല കുട്ടികളുടെ അടുത്തും പറയും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ 3 കാര്യം ശ്രദ്ധിക്കണം എന്ന് പറയും. ഇത് പലരും ചെയ്യാറില്ല. ഒന്ന്, ആരാണ് പഠിപ്പിക്കുന്നത്? ഇപ്പൊ ഇവിടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും 6 മാസം പോലും എക്സ്പീരിയൻസ് ഇല്ലാത്ത പിള്ളേരെ പഠിക്കുന്ന ഒരു പ്രൊജക്ട് പോലും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കേണ്ടത് ഒരു എക്സ്പെർട്ടിൽ നിന്നായിരിക്കണം. അവന് അത്യാവശ്യം ചെയ്തിട്ടുണ്ടാവണം, വർക്കുകൾ ചെയ്തിട്ടുണ്ടാവണം, എൻക്വയറി ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമാണ് അവർക്ക് അതിന്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളും പഠിപ്പിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 100% പ്രാക്ടിക്കലായിരിക്കണം. എക്സ്പെർട്ട് പറഞ്ഞു പോകും. ചില ക്ലാസ്സുകളുണ്ട് എക്സ്പെർട്ട് ഇങ്ങനെ കാണിച്ചു തരും ചെയ്യണത്. അങ്ങനെയല്ല, നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് പ്രാക്ടിക്കലായിരിക്കണം. 3, ലേറ്റസ്റ്റ് ടോപ്പിക് ആയിരിക്കണം.
ഈ 3 കാര്യങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വലിയൊരു ക്യാമ്പസ് കണ്ട് അവരുടെ ക്ലാസ് റൂമിൽ പോയിരുന്നു പറഞ്ഞിട്ട് അവിടെ പഠിപ്പിക്കുന്ന ആൾക്ക് സ്കില്ലില്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കില്ല സാധനം. അതാണ് ഒരു എക്സ്പേർട്ടിൽ നിന്നാണ് പ്രാക്ടിക്കലോട് കൂടി ലേറ്റസ്റ്റ് ടോപ്പിക്ക് 3 കാര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് സ്കില്ല് നിങ്ങൾക്ക് കിട്ടും. ഇതൊന്നും കുട്ടികൾക്ക് പിള്ളേർക്കൊന്നും ചിലർക്കൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കയറില്ല. ഓക്കെ, അപ്പൊ ഏകദേശം 2 ബില്യൺ ആക്റ്റീവ് യൂസർ ഉണ്ട്. നമുക്കറിയാം ഒരു തൃശ്ശൂർ ബേസ്ഡ് 2 ഡോക്ടേഴ്സിന്റെ വീഡിയോ വൈറലായത്. അവരെന്താ ചെയ്ത, ഡാൻസ് കളിക്കുന്ന വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടു, വൈറലായി. ഒരു ദിവസം കൊണ്ട് അവർ സെലിബ്രിറ്റി ആയി, അവർ പേഴ്സണൽ ബ്രാൻഡായി, അവർക്ക് ഇഷ്ടംപോലെ മാർക്കറ്റിംഗ് ബിസിനസ് എൻഡോഴ്സ്മെന്റ് കിട്ടാണ്. അത്രയ്ക്ക് പവർഫുൾ ആണ് യൂട്യൂബ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ പറ്റും. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ അതൊക്കെ ഒന്ന് നമ്മുടെ കമ്പനിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ അപ്പ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനെ പിടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ യൂട്യൂബിൽ ചെന്ന് നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ ഇട്ടാൽ അതുവഴി നമുക്ക് റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് എൻക്വയറി കിട്ടാൻ. ഞാൻ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് എൻക്വയറിയും കിട്ടിയിട്ടുണ്ട്, അഡ്മിഷൻസ് കിട്ടിയിട്ടുണ്ട്. എന്നെ പലരും വിളിക്കാറുണ്ട്, ഞാൻ അതിൻ്റെ ആഡൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബ് എടുക്കുമ്പോൾ കാണാൻ പറ്റും പല കാര്യങ്ങൾ. ഇതിനെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സ്കോപ്പാണ് പറയുന്നത്. സ്കോപ്പ് എന്ന് പറഞ്ഞാല് നിങ്ങളിപ്പോ ഒരു ബിസിനസ് ഓണർ ആണ് ഇത് അറ്റൻഡ് ചെയ്യുന്നത് വിചാരിക്കാം. ബിസിനസ് ഓണർ അറ്റൻഡ് ചെയ്താൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഡിജിറ്റൽ മാർക്കറ്ററിന്റെ സഹായം ഇല്ലാണ്ട് തന്നെ അവരുടെ ബിസിനസ്സിലേക്ക് എൻക്വയറി ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ബിസിനസ് ഓണറിന്റെ സ്കോപ്പ്. ഫ്രീലാൻസർ, നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ പല ക്ലയന്റുകൾക്കും വേണ്ടി പലർക്കും വേണ്ടി നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാം. ഞാൻ ഒരു ജെനുവിൻ ഫാക്ട് പറയാം. എന്നോട് നേരത്തെ ഒരാൾ ചോദിച്ചു, ഞാനിത് MBAക്ക് മുന്നേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുകയാണ്, എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട് ടൈം ചെയ്യാനാണ്, ഒരു ഫ്രീലാൻസ് ചെയ്യാനാണ്. ഫ്രീലാൻസർ എന്ന് പറയുന്നത് ഒരു എക്സ്പെർട്ടാണ്. എല്ലാവരും ഫ്രീലാൻസിനെ വളരെ കുഞ്ഞിതാക്കി എടുത്തേക്കണേ. നമ്മൾ എപ്പോഴാണ് ഒരു ഫ്രീലാൻസർ ആവണേ, എപ്പോഴാണ് ഒരു കൺസൾട്ടന്റ് ആവണേ? നമ്മൾ കുഞ്ഞു കുഞ്ഞു വർക്കുകൾ ചെയ്തിട്ടാണ് അതിലേക്ക് എത്തുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ഫ്രീലാൻസർ ആവണം, അങ്ങനത്തെ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന് മാത്രം ടൈം ഈ സമയങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ക്ലിയർ ആയോ? അല്ലാണ്ട് ഞാൻ 1 മണിക്കൂർ പഠിച്ചു ബാക്കി സമയം നിങ്ങൾ ചെയ്യാതെ, നിങ്ങൾ ബാക്കി സമയം എത്ര ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ പഠിക്കുന്നു, ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ടുകൾ ചോദിക്കുന്നു, സ്ക്രീൻ ഷെയർ ചെയ്യുന്നു, അത്ര നിങ്ങൾ ഇൻവോൾവ് ആയാലാണ് നിങ്ങൾക്ക് ആ ലെവലിൽ എത്തി നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി ഓൺലൈൻ ഏണിംഗ്, നമുക്ക് ആഡ്സെൻസ് വഴി അഫിലിയേറ്റ് ഒക്കെ വഴി നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നോ അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓൺലൈൻ വഴി അഫിലിയേറ്റ് ഒക്കെ വഴി എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നുള്ളത് അത് നമുക്ക് അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രൊഫഷണൽ ജോബ്, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ തന്നെ ലണ്ടനിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്തതാണ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ ദുബായിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്, അമേരിക്കയിൽ ചെന്നിട്ട് അമേരിക്കയിലെ ക്ലയന്റുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്നിട്ട് ലോകത്തിന്റെ ഏത് വർക്കും ചെയ്യാം, എവിടെയും ഇരുന്ന് വർക്ക് ചെയ്യാം. ഞാൻ ലണ്ടനിൽ പോയി MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു. അവിടെ ഞാൻ പാർട്ട് ടൈം ജോബ് ഒന്നും ചെയ്തില്ല, കാരണം എനിക്ക് എൻ്റെ വർക്കുകളും ക്ലാസ് ട്രെയിനിങ് ഒക്കെ ഞാൻ അവിടെ നിന്നിട്ട് എടുത്തത്. അതിന്റെ കൂടെ ഞാൻ അവിടെ ഒരു വർക്ക് കണ്ടെത്തിയതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡായിട്ട്. അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. എവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം, എയർപോർട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യാം, ഫ്ലൈറ്റിൽ ഇരുന്ന് വർക്ക് ചെയ്യാം, ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യാം, കോഫി ഹൗസിൽ ഇരുന്ന് വർക്ക് ചെയ്യാം. അത്രയ്ക്ക് ഫ്ലെക്സിബിൾ ആണത്. അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങൾക്ക് പോകണം, അവിടെ ഇരുന്ന് ഞാൻ വർക്ക് ചെയ്യാണ്. വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണുക, എവിടെയും നമുക്ക് കൊണ്ടുപോകാവുന്ന ഒരു പ്രൊഫഷനാണ്. ഓക്കെ, അപ്പൊ അത്രമാത്രം ജോബ് ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും ഉള്ളതാണ്. ഓക്കെ, ഫ്രീലാൻസർ എന്താന്ന് ഒന്നുകൂടി പറഞ്ഞുതരുമോ? ഫ്രീലാൻസർ പറഞ്ഞാൽ എന്താണ്, അത് ഒന്നുകൂടി പറഞ്ഞു തരുമോ? എന്താ സംഭവം? ശരി, ഫ്രീലാൻസർ എന്ന് പറഞ്ഞാൽ പല രീതിയിലും പറയാം. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും, ചിലപ്പോൾ നിങ്ങൾ എൻ്റെ ബാനറുകൾ കണ്ടിട്ടുണ്ട്, ചില കോഴ്സുകളുടെ ബാനർ കണ്ടിട്ടുണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങൾ ഒട്ടുമിക്കവരും കണ്ടാണ് 40% ഓഫ് എന്ന് പറഞ്ഞൊരു ബാനർ കണ്ടു. അല്ലെങ്കിൽ ഈ ബാനർ ചെയ്യുന്ന ഒരു ഫ്രീലാൻസറാണ്. അവൻ ഡിസൈനിങ് അറിയാം, അവൻ ഡിസൈനിങ് പഠിച്ച് ഡിസൈനിങ് കുറച്ച് നാൾ ചെയ്ത്
കമ്പനികൾക്കൊക്കെ വേണ്ടി ചെയ്തിട്ട് ശേഷമാണ് അവന് മനസ്സിലായി ഇങ്ങനെയാണ് ഈ വർക്ക് എടുക്കണ്ടേ, ഇങ്ങനെയാണ് ഇതിന് കോട്ട് ചെയ്യണ്ടേ, ഇങ്ങനെയാണ് ഇത് ഡെലിവറി ചെയ്യേണ്ടത് അവൻ അറിയാം. അപ്പോഴാണ് അവൻ ഫ്രീലാൻസർ ആവുക. അല്ലാണ്ട് പഠിച്ചപ്പോ തന്നെ ഫ്രീലാൻസർ ആവില്ലാരും. പഠിച്ച് നിങ്ങൾ വർക്കുകൾ ചെയ്ത് ചെയ്ത് അതിൽ നിന്ന് ഫ്രീലാൻസർ ആവാം. ക്ലിയർ? സാർ നിങ്ങൾ ഡൗട്ട് ചോദിച്ചോട്ടെ സാർ? ആക്ച്വലി ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഈ SEO ഉണ്ടല്ലോ, SEO അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതില് ഏതെങ്കിലും ഒന്നിലോ രണ്ടിലോ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്താൽ മതിയോ? ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫ്രീലാൻസിങ് അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ കോഴ്സിനെ പറ്റി എല്ലാം അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ സത്യം പറഞ്ഞാല്? അതായത് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പറയുന്നതായിട്ട് ഈ അതായത് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് SEOയിൽ കൂടുതലായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സിൽ ചെയ്യുക, അപ്പൊ അതിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത് എന്താണ് ആക്ച്വലി? ഇത് നമ്മൾ മൊത്തമായിട്ടുള്ള ഒരു ഐഡിയ ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യുന്നതാണോ നല്ലത്? നിങ്ങൾ ചോദിച്ചത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ ഗുഡ് ക്വസ്റ്റ്യനാണ്. ഈ ചോദ്യം ഒരു എക്സ്പെർട്ടിനാണ് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം, ഞാൻ ഇതിന്റെ ക്രിസ്റ്റൽ ക്ലിയർ ആൻസർ ഞാൻ പറയാനോ പോണേ. ഇത് കുറച്ച് സമയം എടുക്കേണ്ട സാധനമാണ്. അതായത് കുഴപ്പമില്ല. നിങ്ങളുടെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ ബാച്ചിലും ചോദിക്കാറുണ്ട്. ഇത് ഓരോരുത്തർ അതിൻ്റെതായ രീതിയിൽ വേണം എടുക്കാൻ കേട്ടോ. അതായത് ഇത് വലിയൊരു ചോദ്യം. അത് ഒരു ക്ലാസ് തന്നെ വേണം ഇതിന്. ശരിക്കും ഇതിന്റെ എല്ലാ കാര്യവും പറയാൻ വേണ്ടി ഞാൻ അങ്ങനത്തെ ഒരു ക്ലാസ് എടുക്കുന്ന കോളേജുകളിൽ ഇതിന്റെ തന്നെ ഒരു ടോപ്പിക്കുകൾ എടുക്കുന്നതാണ്. നമ്മുടെ കരിയറിനെ എങ്ങനെ കൊണ്ടുപോകും. അതായത് ഒരുപാട് പേര് പല കോഴ്സുകളും പഠിച്ചിറങ്ങും, കരിയറിൽ വിജയിക്കില്ല. ചിലവരുണ്ട് വലിയ കോളേജുകളിൽ പഠിക്കുക, വലിയ ഡിഗ്രി എടുക്കുക, ജോലിക്ക് കയറും, തുടക്കം നല്ല സാലറിയോടും കയറും. പക്ഷെ 3-4 വർഷം കഴിയുമ്പോൾ അവർ മാർക്കറ്റിൽ ഉണ്ടാവില്ല. അതിനാണ് കരിയറിനെ എങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് വലിയൊരു കഴിവാണ്. പഠിക്കുക എന്നുള്ളത് ഒരു വലിയൊരു കഴിവാണ്. പഠിച്ചിരിക്കുന്ന സാധനം കരിയറിനെ അതിൻ്റെതായ ഒരു സ്ട്രാറ്റജിക്കലി വേണം കരിയറിനെ കൊണ്ടുപോകാന്നുള്ളതും. ഇതൊക്കെ ഒരു കഴിവാണ്, ഇതൊക്കെ ഒരു സ്കില്ലാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഡെവലപ്പർ ആയിരുന്നു. ആദ്യം ഞാനൊരു പക്ക ഡെവലപ്പർ ആയിരുന്നു. ഡെവലപ്മെന്റിൽ നിന്നും ഞാൻ വെബിനെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാം. വെബിന്റെ എവറിത്തിങ്, ഒരു വെബ്സൈറ്റ്, സെർവർ ആൻഡ് ആപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ ആപ്പിനെ കുറിച്ചൊക്കെ പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് വളരെ ഡെപ്ത് നോളജ് ഉള്ള ഒരാളാണ്. പിന്നീടാണ് ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ സ്കോപ്പ് പറഞ്ഞ് ഇതിലേക്ക് വന്നത്. ഇതിന്റെ സ്കോപ്പ് പറഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വിജയിക്കില്ല. നിങ്ങൾ ലോകത്തുള്ള ഒട്ടുമിക്കടുത്ത്, നമ്മളിപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ എടുത്തോളൂ. സച്ചിൻ ടെണ്ടുൽക്കർ എന്തുകൊണ്ട് സക്സസ് ആയെന്ന് വെച്ചാൽ പുള്ളി ബാറ്റിങ്ങിലാണ് ഫുൾ ഫോക്കസ് ചെയ്തത്. അതിനിടയ്ക്ക് പുള്ളി ക്യാപ്റ്റൻസി വന്ന് പുള്ളിയുടെ എല്ലാം തകർന്നു പോയി. പിന്നെ അത് പുള്ളി ഉപേക്ഷിച്ചു. ക്യാപ്റ്റൻസിന് പുള്ളി ഭയങ്കര സമ്പൂർണ്ണ പരാജിതനായിരുന്നു. എവിടെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യണത്, ആരെടുത്തോളൂ, നമ്മൾ ക്രിക്കറ്റ് പ്ലെയർ, ഫുട്ബോളർ, അവരതിൽ ഫോക്കസ്ഡ് ആണ്. ഇനിയിപ്പോൾ ഒരു സച്ചിൻ ഫുട്ബോളും കളിക്കാൻ നോക്കിയൊക്കെ രണ്ടിലും വിജയിക്കില്ല. നിങ്ങൾ ഒരാളത്തിൽ എക്സ്പെർട്ട് ആവണോ, മാസ്റ്റർ ആവണോ, നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഈ 4 മാസം നമ്മൾ കോഴ്സ് പഠിച്ച്, നമ്മൾ എല്ലാത്തിനും കുറിച്ചൊരു ഐഡിയ വേണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കുറിച്ചൊരു ഐഡിയ വേണം. ഈ 4 മാസം കൊണ്ട് നിങ്ങൾ എല്ലാത്തിനും കുറിച്ച് ഐഡിയ ഉണ്ടാക്കുന്നു, ക്ലാരിറ്റി വരുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ മാസ്റ്റർ ആവും. അപ്പൊ എല്ലാവർക്കും വേണ്ടത് ഒരു മാസ്റ്ററെയാണ്, എക്സ്പെർട്ടിനെയാണ്. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞു ഗൂഗിൾ ആഡ് എന്ന് പറഞ്ഞു. ഗൂഗിൾ ആഡ് എന്ന് പറയുന്നത് 100-500 എഞ്ചിനീയർമാർ ഇരുന്ന് ഡെവലപ്പ് ചെയ്യണത് ഓരോ ദിവസവും. നിങ്ങൾക്കൊരു ഗൂഗിൾ ആഡിൽ തന്നെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, അത്രമാത്രം പഠിക്കാനുണ്ട് അതിൽ. ഇനി നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലുണ്ടാവുന്ന ഒരു നോളജ് ഭീകരമാണ്. അപ്പൊ ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരും. SEOയിൽ ഫോക്കസ് ചെയ്തൊക്കെ വലിയ സംഭവമാണ്. SEO ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോഷ്യൽ മീഡിയ ചെയ്തൊക്കെ അൾട്ടിമേറ്റ് ആണ്. സോഷ്യൽ മീഡിയ ഒരു ഇൻസ്റ്റാഗ്രാമിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തൊക്കെ അൾട്ടിമേറ്റ് ആണ്. അതിന്റെ ഗെയിം അറിയാന്ന് പറഞ്ഞാൽ ഫോക്കസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ ഫോക്കസ് ചെയ്യണം, എങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ബ്രില്യൻസ് ആണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് എല്ലാം പറയും, പഠിപ്പിക്കും. എന്റെ ഫോക്കസ് എന്ന് പറയുന്നത്, അതാണ് അടുത്ത് പറയാൻ അടുത്ത ടോപ്പിക്. അത് ശരിക്കും
ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു കൊടുക്കുന്ന ഞാൻ ആർക്കാ ചെയ്തു കൊടുക്കാന്ന് അറിയാമോ? എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലുള്ളവർക്കാണ് ചെയ്തു കൊടുക്കുക. ഞാൻ എല്ലാതരം വെർട്ടിക്കലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തേക്കുന്നതാ. ബിൽഡേഴ്സിന് ചെയ്തിട്ടുണ്ട്, എയർലൈൻസിന് ചെയ്തിട്ടുണ്ട്, മാട്രിമോണിയൽ സൈറ്റിന് ചെയ്തിട്ടുണ്ട്, ട്രാവൽ ആൻഡ് ടൂറിസത്തിന് ചെയ്തിട്ടുണ്ട്, ഇ കോമേഴ്സിന് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫൂളിഷ്നെസ് ആയിരുന്നു പല വെർട്ടിക്കലിനും ചെയ്തു കൊടുത്തത്. പല വെർട്ടിക്കലിനും ഞാൻ ചെയ്തു കൊടുത്തപ്പോൾ ഒരു വെർട്ടിക്കലിൽ ഞാൻ എക്സ്പെർട്ട് ആയില്ല. അങ്ങനെയാണ് ഞാൻ ഒരു ഡിസിഷൻ എടുത്ത് 13 വർഷം മുന്നെടുത്ത് ഇനി ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടോ എഡ്യൂക്കേഷൻ സെക്ടറിൽ മാത്രമേ ചെയ്തുള്ളൂ. കാരണം എൻ്റെ എല്ലാ എക്സ്പീരിയൻസ് അവിടെ ആയിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു വലിയ ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ക്ലയന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 മില്യൺ എൻക്വയറി ജനറേറ്റ് ചെയ്തത്, 40,000 അഡ്മിഷൻസ് എടുത്ത് 100 കോടിയുടെ ബിസിനസ്സാണ് ഞാൻ ക്ലയന്റിന് വേണ്ടി ചെയ്തു കൊടുത്തത്. എന്തുകൊണ്ട് എനിക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അതിൽ ഫോക്കസ് ചെയ്തു. ആ ക്ലയന്റിന് വേണ്ടിയാണ് ഞാൻ മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയത്, ആ ക്ലയന്റിന് വേണ്ടിയാണ് ഞാൻ CRM ഉണ്ടാക്കിയത്. എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും? ഇപ്പോഴും എൻ്റെ എല്ലാ ക്ലയന്റും എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലുള്ളവരാണ്. ഒരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലുള്ളവർ എൻ്റെ അടുത്തേക്ക് വന്നാൽ 1000% എൻ്റെ ക്ലയന്റ് ആവും. കാരണം ആർക്കും കൊടുക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസും ഇൻസൈറ്റുകളും സ്കില്ലുകളും സർവീസും എനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫോക്കസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ സ്കില്ലാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ അറിയാൻ പറ്റും ഇതാണ് എൻ്റെ ഏരിയ, ഇതാണ് എൻ്റെ ഏരിയ. ചോദ്യത്തിന് ആൻസർ കിട്ടിയോ? കിട്ടി സാർ, കിട്ടി. നിങ്ങൾ എന്തും ചോദിച്ചോ, എല്ലാം എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റും. എവരിത്തിങ്. അല്ലാണ്ട് ഞാൻ ഇന്നൊരാൾ ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഞാൻ പറയാൻ പോണില്ല. ഞാൻ പേഴ്സണൽ എല്ലാത്തിലൂടെയും യാത്ര ചെയ്തുകൊണ്ട് ഞാൻ ഈ പറയുന്നത്. എല്ലാത്തിലൂടെയും യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വളരെ ചെറുപ്പത്തിലേ ഞാൻ ഫോക്കസ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഫോക്കസ് എനിക്ക് ലിങ്ക്ഡിനിൽ 20,000 ഫോളോവർ ഉള്ളതാണ്. ഒരു സമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവർ എനിക്കായിരുന്നു ലിങ്ക്ഡിനിൽ. ഞാൻ ഫോക്കസ് ചെയ്തതിൽ നിന്നുണ്ടായതാണ്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഞാൻ ഫോക്കസ് ചെയ്തു. അതുകൊണ്ടാണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് 28,000-30,000 ഫോളോവർ ഉള്ളത്, 1800 റിവ്യൂ ഉള്ളത്. ഫോക്കസ് ചെയ്തു. ഫോക്കസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ഫോക്കസ് ചെയ്താലേ വിജയിക്കൂ. അത് വേറൊരു ടോപ്പിക്കാണ്. അതിൽ കുറച്ചൊരു മോട്ടിവേഷൻ പ്ലസ് സാധനം എൻ്റെ സാധനമാണ്. നിങ്ങളെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആ ചോദ്യം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ആൾക്കാർ വിജയിക്കുന്നില്ല? ആൾക്കാർക്ക് ഫോക്കസ് ഇല്ല. ഓക്കെ, ഞാൻ ഫോക്കസിന്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗും ഡാറ്റ അനലിറ്റിക്സും കുറച്ച് കണക്ഷൻ. ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് വെബ് ഡെവലപ്മെന്റ് അറിയുന്ന പ്രോഗ്രാമറും എല്ലാം അറിയുന്ന കാര്യമാണ്. ഡാറ്റ അനലിറ്റിക്സും കുറിച്ച് ഞാൻ എപ്പോഴും കേൾക്കുന്നതാണ്. എൻ്റെ വൈഫ് ഡാറ്റ അനലിസ്റ്റാണ്. ഓക്കെ, ആള് UAE വർക്ക് ചെയ്യുന്നതാണ്. 10+ ഇയേഴ്സ് ആയതാണ്. ഞാൻ ഇതുവരെ എന്നാണ് ആള് ചെയ്യണേ എന്നുള്ള കാര്യം ഞാൻ ചോദിച്ച് എൻ്റെ തലയിൽ കയറ്റിയിട്ടില്ല. എന്തിന് ഞാൻ എൻ്റെ തലയിൽ കയറ്റണം? എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഞാൻ എനിക്ക് കൊടുത്തിരിക്കുന്ന 5% പോലും എനിക്ക് അറിയില്ല, അത്രമാത്രം ഉണ്ട്. ഞാൻ വേറൊരു സാധനം ആള് പഠിക്കുന്നത് നന്നാ കുറച്ച് അത് പഠിക്കാൻ ചെയ്യാന്ന് പോയ എൻ്റെ പരാജയമാണ്. ഞാൻ ഈ ഡേറ്റ ഡ്രിവണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് ഈ ഡേറ്റ അനലിറ്റിക്സ് പഠിക്കാൻ പോയത്. ഞാൻ പഠിച്ചത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കണക്ട് ചെയ്യുന്ന ഡേറ്റ അനാലിസിസ് ആണ്, അല്ലാണ്ട് ഡേറ്റ അനലിസ്റ്റ് ആവാനല്ല. പോയിന്റ് കിട്ടിയോ? അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഫോക്കസ് എന്ന് പറഞ്ഞ സാധനം വേണ്ട. അല്ലെങ്കിൽ ഞാൻ കുറച്ചാൾ ഞാൻ ഫുൾ ഡേറ്റ അനലിറ്റിക്സ് കോഴ്സ് എടുത്തു, ഫുൾ എടുത്ത് അതിന് സർട്ടിഫിക്കേഷൻ എടുത്തതാണ്. പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ അതിലുള്ള സ്കില്ല് എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യണം. അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എവിടെയൊക്കെയാണ് ഡേറ്റ ഡ്രിവൺ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ എന്നെ തന്നെ ഞാൻ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എൻ്റെ മേഖലയിൽ തന്നെയാണ്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളൊരു കാര്യം ഇറങ്ങി തിരിച്ചോ 100% അതിലായിരിക്കണം ഫോക്കസ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നേരത്തെ ഒരു കുട്ടി MBAക്ക് പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്ത ഏറ്റവും ഡിസിഷൻ പറഞ്ഞ കാര്യം MBA എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. അല്ലാണ്ട് നിങ്ങൾ ഇവിടെ ഫ്രീ ആണ് ഞാൻ എന്നാൽ കുറച്ച് പ്രോഗ്രാമിംഗ് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യില്ല. അത് വേസ്റ്റ് ആണ്. നിങ്ങൾ ഇവിടെ എന്തൊക്കെ പഠിക്കുന്നു നിങ്ങൾക്ക് അവിടെ MBAക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞു ഫ്രീലാൻസർ ആവാനെന്ന്. നിങ്ങൾക്ക് ഫ്രീലാൻസ് ജോബ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് നിങ്ങൾക്ക് MBAക്ക് ഹെൽപ്പ് ചെയ്യും. MBA പഠിച്ച് നിങ്ങൾ വേറെ ജോലിക്ക് പോകുമ്പോൾ അവിടെയും ഹെൽപ്പ് ചെയ്യും. ഇതിന് നല്ല കോഴ്സ് വേറെ ഉള്ളത്. ഫോക്കസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. നല്ല ചോദ്യമാണ്. കുറെ അതിനെ കുറിച്ച് പറയാനുള്ളതാണ്.
വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിച്ച് കരിയർ ഡിസിഷൻസ് എടുത്ത് പോകേണ്ടതാണ്. എവിടെയാണ് നിങ്ങളുടെ ടേസ്റ്റ് എന്ന് അറിയണം, എന്നിട്ട് വേണം അത് എടുക്കാൻ. അതുകൊണ്ട് നമ്മൾ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ അവിടെയാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. ചോദ്യത്തിന് ആൻസർ കിട്ടിയോ? കിട്ടി സാർ, കിട്ടി കിട്ടി കിട്ടി. അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്തും ചോദിച്ചോളൂ. എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറയും അറിയില്ല എന്ന് തന്നെ പറയും കേട്ടോ. കാരണം എനിക്കും കൂടി പഠിക്കാനാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്, എനിക്കും കൂടി മനസ്സിലാക്കാനും. നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും ചോദിക്കും. എനിക്ക് കിട്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് കൊണ്ടുവരണം. അപ്പോൾ എനിക്ക് പുതിയ കാര്യം പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഈ അറിയുന്നതാണ് പറഞ്ഞുതരാൻ പോണം. അറിയാത്താണ് നമ്മൾ റിസർച്ച് നടത്തി അവിടെ നിന്നൊക്കെ ചോദിച്ച് നമ്മൾ പഠിക്കും. അപ്പൊ അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. ഗുഡ്. ഇത് ക്ലിയർ ആയല്ലോ? അപ്പൊ ഇനി എങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എങ്ങനെയാണ് ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട് 1 million എൻക്വയറി ജനറേറ്റ് ചെയ്തു, 40,000 അഡ്മിഷൻസ് എടുത്തു, 100 കോടി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കുക. ഇതിനെ കുറിച്ചിട്ടല്ല, ഇതിന്റെ ഒരു സ്റ്റെപ്പുകളുണ്ട്. അതാണ് നമ്മൾ ഓരോന്ന് ചെയ്യണേ. നമ്മൾ ആദ്യം ഒരു ഡൊമൈൻ രജിസ്റ്റർ ചെയ്യണം, വെബ്സൈറ്റ് ഉണ്ടാക്കണം. ആ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിന് നമ്മൾ SEO ചെയ്യണം. അതാണ് ഇനി നമ്മൾ നാളെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഡൊമൈൻ, നാളെ തന്നെ നമ്മൾ ചെയ്യും. എന്താണ് HTML, എന്താണ് വെബ്സൈറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ എന്താണ് സ്റ്റെപ്പ് 1, അതാണ് സ്റ്റെപ്പ് 1 തൊട്ടിട്ടാണ് നാളെ നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആണോ? അത്യാവശ്യം ഒരു കോൺസെപ്റ്റുകൾ കിട്ടിയോ? ക്ലിയർ ആണ് സാർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നേരത്തെ ഇത് പറഞ്ഞ ഒരാൾ ചോദിച്ചു. ആളുടെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന 4 പേരുടെ മനസ്സിലുള്ള ചോദ്യമാണോ? ഒരാൾ ചോദിച്ചെന്ന് പറയുന്നത് ആൾക്ക് മാത്രമുള്ള ഉത്തരമല്ല, ബാക്കി എല്ലാവർക്കും കൂടിയിട്ടുള്ള ഉത്തരമാണ്. അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചോദിക്കാൻ പറയുന്നത്. ഒരാൾ ചോദിക്കുന്നു, വേറെ എന്താണ് ഫ്രീലാൻസിങ് ചോദിച്ചു. വെരി ഗുഡ് ചോദ്യങ്ങളാണത്. മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് ഐഡിയ കിട്ടി. ഇങ്ങനെ നിങ്ങൾ എല്ലാ ക്ലാസ്സിലും ഇന്ററാക്ട്. നാളെ തന്നെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യിപ്പിക്കും. നിങ്ങളെ കൊണ്ട് ലാപ്ടോപ്പിൽ ചെയ്യിപ്പിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല, സ്റ്റക്ക് ആവും, സ്ക്രീൻ ഷെയർ ചെയ്യും. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന എക്സ്പെർട്ട് ആവണം. ഇത് കഴിഞ്ഞ ക്ലാസ് നെറ്റിൽ പോയി ചെക്ക് ചെയ്യാനുള്ള എല്ലാ മൊബൈൽ ആപ്പ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ നേരത്തെ നിങ്ങൾ ഒരാൾ പറഞ്ഞാൽ ഒരു SEO എക്സ്പെർട്ട് ഓരോന്നും പല കാര്യങ്ങളും കേൾക്കുന്നുണ്ടാവും. ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യുക, ക്ലാരിറ്റി വരുത്തുക. ഇതാണ് ഞാൻ പറഞ്ഞ ലൈവ് ക്ലാസ് ചോദിച്ചു പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇത് വേറെ എന്തെങ്കിലും ചോദിക്കാം. ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൽ പാക്കേജിനെ കുറിച്ച് ചോദിക്കാം. വേറെ വലിയ ടോപ്പിക്കാണ് പാക്കേജ്. ഇതൊക്കെ നിങ്ങൾക്ക് കമ്മിങ് ക്ലാസ്സിൽ കിട്ടും. ഞാൻ അതിന് വേണ്ടി ഒരു ദിവസത്തെ ക്ലാസ് തന്നെ ഉണ്ട്, കരിയറുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിനെ കുറിച്ചിട്ട് ഒരു ദിവസം തന്നെ അതിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു ദിവസങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കമ്മിങ് ക്ലാസ്. ഞാൻ തുടക്കം ഒരു ഇൻട്രൊഡക്ഷൻ എല്ലാത്തിനെ കുറിച്ച് പറഞ്ഞോളൂ. എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ ഓരോ ക്ലാസ്സുകളുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടിക്കൽ ക്ലാസ് തന്നെയാണ് എല്ലാത്തിനെയും കുറിച്ച്. തിയറിറ്റിക്കൽ അല്ല, നോ തിയറി. ഞാൻ ഇന്നത്തെ ഒരു ക്ലാസ് ആണ് നിങ്ങളുടെ തിയറി, നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ മനസ്സിലാക്കിച്ചെന്നുള്ളൂ. ഇതല്ല, നാളെ തൊട്ട് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാണ്, ഓരോ കോൺസെപ്റ്റുകൾ ചെയ്യാണ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എങ്ങനെയാണ് വെബ്സൈറ്റ് ഉണ്ടാക്കണം, എന്താണ് അതിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് എൻക്വയറി ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെ സോഷ്യൽ മീഡിയ ചെയ്യുന്നത്, എന്താണ് SEO. ഓക്കെ. അപ്പൊ ഇതെല്ലാവരും നോക്കാം, ഇതെല്ലാവരും പഠിക്കുക, ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈ റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, ഇതിനെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കുക, ഡൗട്ടുകൾ നോട്ട് ചെയ്യുക. നിങ്ങൾ അവിടെ കാണുന്നതൊക്കെ ചോദിക്കുക, ഇവിടേക്ക് കൊണ്ടുവരില്ല. എല്ലാം ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് see you tomorrow. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാർ. ഇല്ല സർ. എല്ലാവരും ഓക്കെ ആണോ? ഹാപ്പി ആണോ? എല്ലാവരും ഹാപ്പിയാണ്. ഗുഡ്. ഓക്കെ. അപ്പൊ നമുക്ക് നാളെ കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്. ഓക്കെ സാർ. ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.